ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. FIS ഒക്കെ ഷെയർസ് ഒക്കെ വാങ്ങാൻ തുടങ്ങി. ഇന്ന് ഏകദേശം പറഞ്ഞ 3600 കോടി രൂപയ്ക്ക് അവർ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ സംഗതിയാണ്. അത് കൂടാതെ ഇന്ന് കുറച്ച് വന്ന ഡേറ്റകളൊക്കെ കുറേ നെഗറ്റീവായതും കൂടി നമ്മുടെ മാർക്കറ്റ് കയറുകയാണ് ചെയ്തത്. ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ 8:30 മണിക്ക് വന്ന ജോൾസിൻ്റെ ജോബ് ഓപ്പണിംഗ് ഒക്ടോബറിൽ നല്ല അടിപൊളി അടാറ് ജോബ് ഓപ്പണിംഗ് ആണ്. ഏകദേശം പറയുകയാണെങ്കിൽ 7.74 മില്യൺ ജോബ്സ് പുതുതായിട്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യം 7.37 ആയിരുന്നു. 7.51 പ്രതീക്ഷിച്ച സ്ഥാനത്ത് 7.74 വന്നിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. സോ അമേരിക്കൻ മാർക്കറ്റിൽ അത് ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ കൂടെ നല്ലൊരു പുതിയ ജോബ് ഓപ്പണിംഗ് വരികയാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് എന്താണ്, അവരുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അവരുടെ എക്കണോമി ഒരു ബൂസ്റ്റിംഗ് ആകുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവായ ഘടകമാണ് മാർക്കറ്റ് വന്നത്. സോ ഇന്ന് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ഇന്നലെ ഞാൻ കാണിച്ച ലെവൽ പ്രകാരം നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് ആയ 24,465 മുകളിൽ ആശാൻ പോയി ഫസ്റ്റ് ടാർഗറ്റ് തന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഈസി ആയിട്ട് കിട്ടി. അതേപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ മോർണിംഗ് തൊട്ട് ആശാൻ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ആൻഡ് ഓൾമോസ്റ്റ് 52,992 വരെ പോയി. അതായത് 53,000 ആണ് തേർഡ് ടാർഗറ്റ്. പക്ഷെ 52,992 വരെ പോയി തേർഡ് ടാർഗറ്റ് വരെ വന്നു. ഫിൻനിഫ്റ്റി ആണെങ്കിലോ അത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ഫസ്റ്റ് ഓപ്പണിംഗിൽ ഒരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിൽ നിന്ന് R2 R3 സെക്കൻഡറി സമയത്ത് വന്നു. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ചിലർ പറയാം ഫിൻനിഫ്റ്റി മോർണിംഗ് തന്നെ ഓപ്പണിംഗ് തന്നെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, അതുകൊണ്ട് കട്ടിയില്ല, അത് വിട്ടേക്കുക. ബട്ട് ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ കൃത്യമായി ട്രേഡ് ചെയ്തു. ഞാൻ ഇന്ന് 55 പോയിന്റോളം നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിൽ കിട്ടിയായിരുന്നു. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ അധികം ട്രേഡ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മൾ വീക്കിലി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് മന്ത്ലി മാറിയപ്പോൾ പ്രീമിയം എല്ലാം കൂടി. അപ്പോൾ ഏത് സ്ട്രൈക്ക് എടുത്താലാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുക എന്നൊക്കെ നോക്കി ഒരു അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിൽ എനിക്ക് ഈ മാസമെങ്കിലും പിടിക്കും. അതുകൊണ്ട് ഞാൻ എന്നെ വീഡിയോ ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് വീഡിയോ നിങ്ങൾ ഇട്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറിയ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് വീഡിയോ, അത് ഞാൻ നിങ്ങളെ ലൈവ് ട്രേഡിങ്ങിന് വേണ്ടി കാണിക്കുന്ന ഒരു ചെറിയ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് സമയത്ത് ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും. അതിൽ നിഫ്റ്റിയിലാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരു ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു പഠിക്കുന്നവരെ, കാരണം എൻ്റെ വലിയ അക്കൗണ്ടിൽ ഞാൻ ചെയ്യുന്ന വലിയ അക്കൗണ്ടിലും എൻ്റെ കുറച്ച് ഫണ്ട് കൂടിയ വലിയ അക്കൗണ്ടിൽ ഞാൻ ഇന്ന് ഫുൾ നിഫ്റ്റിയാണ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി വലിയ സ്കാൽപ്പിംഗ് ചെയ്തെങ്കിൽ കൂടി വലിയ പ്രോഫിറ്റബിൾ ഒന്നും കിട്ടിയിട്ടില്ല. അത് എന്തോ നമ്മളെ മെനക്കെട്ട കൂടി പോലും കിട്ടിയില്ല എന്ന് മാത്രമാണ് പറയാം. നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. സോ നിഫ്റ്റി കിടിലൻ ട്രേഡ് ഇന്ന് കിട്ടിയ ദിവസമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്കിന്ന് നല്ലൊരു കിടിലൻ ട്രെൻഡ് നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് കിട്ടിയ ദിവസമായിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിക്കും. ഫിൻ നിഫ്റ്റിക്ക് നോർമൽ ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവലിലേക്ക് ഒന്ന് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ആഴ്ച RBI വരാൻ പോകുന്നു. RBIയുടെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നൊക്കെ ഒരു ശ്രുതി മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കയറ്റമെങ്കിൽ മക്കളെ തിരിച്ച് റിവേഴ്സ് നല്ല രീതിയിൽ അടിച്ച് താഴേക്ക് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതൽ. അപ്പോൾ ഓർത്തോളുക, ഈ ഡേറ്റ എന്താണ്, RBIയുടെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞാണെങ്കിൽ നടന്നില്ല എങ്കിൽ അറിയാമല്ലോ, തിരിച്ച് നല്ലൊരു അടി തിരിച്ച് താഴേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റ് 530-45 ഭാഗത്തേക്കാണ് നിഫ്റ്റി ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുമ്പോൾ ഏകദേശം പറഞ്ഞാൽ ഒരു 80 പോയിന്റോളം മൈനസിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് മൈനസ് നിൽക്കുന്നു ഓർത്തുകൊള്ളുക. നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് പ്രോഫിറ്റ് പ്രകാരം ലെവലാണ്. എവിടെയാണ് ബുള്ളിഷ്, എവിടെയാണ് ബെയറിഷ്, മുകളിലോട്ട് പോയാൽ എത്ര കിട്ടും, താഴോട്ട് പോയാൽ എത്ര കിട്ടും എന്ന ലെവലിലൊക്കെ നമുക്ക് കടക്കാം. സോ ഇന്ന് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിയിലാണ് എക്സ്റ്റൻഷൻ വന്ന് ഡിയിൽ ഫസ്റ്റ് ടാർഗറ്റ് തരുകയും ചെയ്തു. ഇയിൽ പുതിയ ഹൈ വന്നു. ആ ഹൈ ഐയിൽ ബ്രേക്ക് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ തന്നെയാണ് മാഷാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത്. സോ ഇനി മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, 24,690 മുകളിൽ നിന്നാൽ മാത്രമേ ഇനി ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. 24,590 മുകളിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 622 എന്ന് പറഞ്ഞാൽ ഈ ഒരു LVN സോണിന് മുകളിൽ മാത്രമേ ഞാൻ എൻ്റെ നിഫ്റ്റിയിലെ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് നിഫ്റ്റിയുടെ POC എവിടെയാണെന്ന് നോക്കണം.
നമ്മുടെ ബാക്കിയുള്ള ലെവലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, നമുക്ക് ചെയ്യാം. സോ 24,547 നമ്മളെ 48 നമ്മളെ POC. സോ 24,5 to 48 എത്രയാണ്? 24,000 POC എന്ന് പറഞ്ഞാൽ 24,548 POC. സോ ഈ POCക്ക് തൊട്ട് താഴെയാണ്, ആ ഭാഗത്തൊക്കെ തന്നെയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ബുള്ളിഷ് റെഫറൻസ് എത്രയാണ്? 24,620 ബുള്ളിഷ്. 24,620 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. ഈ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. സോ 24,620ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് 24,705 എന്ന് പറഞ്ഞാൽ ഈ POC 24,705. ഫസ്റ്റ് ആയ എത്രയാണ്? R1 എന്ന് പറയുമ്പോൾ 24,705. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R2 എന്ന് പറയുന്നത് എവിടെയാണ്? R2 എന്ന് പറയുന്നത് നേരെ എവിടെ പോവാം? മാക്സിമം പോയാൽ ഇത് 24,775. ഇതിന് മുകളിൽ ഞാൻ നാളത്തെ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വരാതിരിക്കാവുന്നില്ല, വരാതിരിക്കാം. പക്ഷെ ഇതിന് മുകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. R2 വരെ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ ഒരു കാര്യം ഓർത്തോളുക, ബുള്ളിഷ് റെഫറൻസ് 620ക്ക് മുകളിൽ 705, 705ന് മുകളിൽ 775, ഇതുവരെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ ഓർത്തോളുക, 464 എന്ന് പറഞ്ഞ ആ ഇമ്പോർട്ടൻ്റ് ഏരിയയുടെ ഭാഗത്ത് LVN ഉണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 24,000 നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,464, 24,464 ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. 24,464 താഴെ നിൽക്കുകയാണെങ്കിൽ 24,411 ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 24,411, 24,411 S1 എന്ന് പറഞ്ഞാൽ അതാണ്. സോ അത് ഓർത്തോളുക. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 24,363 പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഏരിയ 24,363. ഓക്കെ, S2 എന്ന് പറയുമ്പോൾ 24,363. നാളെ ഈ ഭാഗത്തിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഇറക്കവും കയറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ ഇതാണ് എൻ്റെ ഒരു നാളത്തെ ഒരു ലെവൽ. നിങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ആ മാർക്ക് ചെയ്ത് വെച്ച ലെവൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടും. സോ ഇതാണ് എൻ്റെ ഒരു കൃത്യമായ ഒരു ലെവൽ. കണ്ടല്ലോ നിങ്ങൾ, ഈ ലെവൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ ലെവൽ പ്രകാരമായിരിക്കും നാളെ മാർക്കറ്റ് എന്താണ് ഒരു മൂവ്മെൻറ്റ് വരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാനത് കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത എന്താണ്? നിഫ്റ്റി ലെവൽ. നമ്മൾ നിഫ്റ്റി ലെവൽ കഴിഞ്ഞല്ലോ. അപ്പോൾ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി. നിഫ്റ്റി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ തന്നെയാണ്. അതൊരു നോർമൽ വേരിയേഷൻ അപ്പ് പ്രൊഫൈലാണ് വിത്ത് സി സൈഡിൽ ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇത് ചിലത് പറയുന്നത് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പ് ഡേ ആണെങ്കിൽ കൂടെ എന്നെ സംബന്ധിച്ച് ഇതൊരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് വിത്ത് POC അറൗണ്ട് 52,865 ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഓർത്തോളുക, 52,865 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC. എത്രയാണ്? 52,865 ബാങ്ക് നിഫ്റ്റിയുടെ POC. സോ ഞാൻ എന്ത് ചെയ്യണം? POC നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാർക്ക് വയ്ക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ POC എത്രയാണ്? 52,865. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് കളയുക. ബാങ്ക് നിഫ്റ്റി വച്ചു 52,865, 52,865 ഇന്നത്തെ POC അതാണ്. സോ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ POC ഇതാണ്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളുക, 53,020 എന്ന് പറഞ്ഞ ഈ ഒരു HVN സോണിന് മുകളിൽ മാത്രമേ ഇനി ഞാൻ എന്ത് ചെയ്യുള്ളൂ? ബാങ്ക് നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിച്ചുള്ളൂ. അപ്പോൾ 53,020 ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. 53,020 ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് 53,020. സോ ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ മാത്രം നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് ബാങ്ക് നിഫ്റ്റിയുടെ? അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഫസ്റ്റ് ടാർഗറ്റ് 53,155, 53,155 ഫസ്റ്റ് ടാർഗറ്റ് 53,155 R1. ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് വേണമെങ്കിൽ R1, R2, R3 വരെയും പോവാം. കാരണം അടുത്തടുത്തായതുകൊണ്ട് ടാർഗറ്റ് നമ്മളത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കണം. സോ അതിന് മുകളിൽ അടുത്ത നിൽക്കുകയാണെങ്കിൽ അടുത്ത എത്രയാണ് ടാർഗറ്റ്? അടുത്ത 53,260, അതുപോലെ 53,310,
15, 53,315 അടുത്ത സെക്കൻഡ് ടാർഗറ്റ്. സോ 53,000 R2 എന്ന് പറയുമ്പം 53,315 അത് ഓക്കെ. അതിന് മുകളിൽ അടുത്തത് R3 എന്ന് പറയുന്ന സമയത്ത് അതിന് മുകളിൽ വരുന്നത് ഈ POC ആയ 53,415. ഓർത്തോളുക, 53,415 50 R3 എന്ന് പറയുമ്പം 53,415 ഓർത്തോളുക. അതൊരു വിതിൻ POC ആണ്. ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കുറച്ച് കൂടുതലാണ്. ഇതാണ് ഈ മുകളിലത്തുള്ള താഴെ. ഇനി താഴേക്ക് എന്ന് പറയുന്ന ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ സി സൈഡാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ. എത്രയാണ്? 52,760 ഒരു സപ്പോർട്ടാണ് അവിടെ, അതെന്ന് ഓർത്തോളുക. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 52,764 അല്ലെങ്കിൽ 52,500 താഴെ മാത്രമേ ഇത് ബെയറിഷ് റെഫറൻസ് വരുള്ളൂ. ഇടയ്ക്ക് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ കൂടെ ഞാൻ ആ ഭാഗത്ത് കിടന്നൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ 52,525 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. എത്രയാണ് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം? 52,525. അതിന് താഴെ മാത്രമേ ഞാൻ സെല്ല് എടുക്കുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്ത് കളിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു ബാലൻസിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ 300 പോയിന്റ് ഒരു വേണമെങ്കിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം. 52,520 താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 52,450 395 52,395 ഫസ്റ്റ് ടാർഗറ്റ്. 52,395 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് സപ്പോർട്ട് ടാർഗറ്റ്. S1ഉം S2 എന്ന് പറയുമ്പോൾ എവിടെയാണ്? S2 അടുത്ത വരുന്നത് ഇതാണ്. എത്രയാണ്? 52,270 ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് 52,270 ഓർത്തോളം. S2 എന്ന് പറയുമ്പോൾ 52,270. ഇതിനപ്പുറത്തേക്കുള്ള ഡൗൺവേർഡ് മൂവ്മെൻറ്റോ താഴേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസാണ് നാളെ കാണുന്നത്. താഴേക്ക് വരില്ല എന്നില്ല, ഇതൊരു റേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അതിന് താഴെ വേണമെങ്കിൽ 52,000 വേണമെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് വരയ്ക്കാം. എത്രയാണ്? 52,155 പറഞ്ഞാൽ ഈ POC 52,155 എന്ന് പറഞ്ഞാൽ POC 52,155 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഞാൻ വരച്ചു, നിങ്ങൾക്ക് വേണ്ടി വരച്ചു. ഇത്രയായിരിക്കും നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഉള്ള എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് ഫിൻ നിഫ്റ്റി. നമ്മൾ പലരും പറയും സാറേ ടാർഗറ്റ് കിട്ടിയില്ല, അത് കയറി ഓപ്പൺ ചെയ്ത്. പക്ഷേ എനിക്ക് നമ്മുടെ റൂമിലുള്ള ആൾക്കാർക്ക് പലർക്കും ട്രേഡ് ചെയ്യാൻ പറ്റിയായിരുന്നു, അവർ ടാർഗറ്റ് ട്രേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കാം. ഫിൻ നിഫ്റ്റിയിലെ കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി നോർമൽ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നോർമൽ ബെയറിഷ് അപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ആയിരുന്നു. പക്ഷേ ഫിൻ നിഫ്റ്റി അങ്ങനെയല്ല. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫിൻ നിഫ്റ്റിക്ക് ഒരു നോർമൽ ഫസ്റ്റിൽ തന്നെ മുകളിലോട്ട് വന്നതുകൊണ്ട് അവനെ കൊണ്ട് കയറാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞൊരു പി ഷേപ്പ്ഡ് പ്രൊഫൈലാണ് വന്നിരിക്കുന്നത്. പ്രത്യേക സിംഗിൾ ഉണ്ട് ഫിൻ നിഫ്റ്റിക്ക്, സ്പൈക്ക് ഒന്നും ഇല്ലായിരുന്നു. POC നിൽക്കുന്നത് 24,398 ഭാഗത്താണ് POC നിൽക്കുന്നത്. അത്ര 24,390. അപ്പം 24,398 ആണ് ഫിൻ നിഫ്റ്റിയുടെ POC വരുന്നത്. 24,398. അപ്പം അതിതാണ് നിൽക്കുന്നത്, ഓർത്തോളൂ. അപ്പോൾ POC ഇതായത് കൊണ്ട് ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇതാണ്. 24,465 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഫിൻ നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് നിൽക്കുള്ളൂ. എത്രയാണ്? 24,465. അതിന് മുകളിൽ മാത്രമേ ഞാൻ ഫിൻ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതായത് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 24,465 ആണ്. അതിന് മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. സോ ബുള്ളിഷ് റെഫറൻസ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കേണ്ടത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എവിടം വരെ പോവാം? അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് 539, 24,539. R1 എന്ന് പറയുമ്പം 24,539ഉം R2 എന്ന് പറയുമ്പോൾ എത്രയാണ്? R2 എന്ന് പറയുമ്പം 693. ഓർത്തോളൂ, അതിന് മുകളിൽ നേരെ സ്ട്രെയിറ്റ് 24,693 എന്ന് പറഞ്ഞാൽ ആ വിർജിൻ POCയുടെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് നടത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഒരു സ്ഥലവും ഇല്ല, നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഫിൻ നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി താഴോട്ടെന്ന് പറയുമ്പം ആലോചിച്ച് നോക്കും, നമ്മുടെ POC താഴെ ഫിൻ നിഫ്റ്റി സംബന്ധിച്ച് 24,300 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 24,300 താഴെ മാത്രമേ ഞാനൊരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചുള്ളൂ. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,300, 24,300 താഴെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആ ബെയറിഷ് റെഫറൻസ് അവിടെയാണ്. സോ അതിന് താഴെ നമുക്ക് വേണമെങ്കിൽ ഫിൻ നിഫ്റ്റി താഴേക്ക് വരാൻ, അത് വന്ന് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,000
179 എത്ര ഇതാണ് 24179 ഫസ്റ്റ് ടാർഗറ്റ് 24179 എന്ന് പറഞ്ഞ ലെവലിലേക്ക് വരാനും S1 ആ ഭാഗത്താണ്. അതിന് താഴെ S2 എന്ന് പറയുന്നത് ഈ ഇന്നലത്തെ POC ആയ 24,098. ഇതാണ് നമുക്ക് മാക്സിമം താഴേക്ക് പ്രതീക്ഷിക്കാവുന്ന S2 ഞാൻ നാളത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. RBI ദിവസത്തിന് മുമ്പേ ആയതുകൊണ്ട് വേണമെങ്കിൽ മാർക്കറ്റ് ഒരു ബാലൻസിങ് തരാം. അപ്പം നമ്മൾ വ്യക്തമായിട്ട് ഈ ലെവൽ ഓർത്തോളുക. ബുള്ളിഷ് റെഫർ എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക, ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്കാണെങ്കിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ഒരു ബാലൻസിങ് ആണ് പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ്. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ബയർ എന്ന നിലയിൽ നമ്മുടെ പിച്ച് അവിടെ ഇല്ല. സോ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പിച്ചിലേക്ക് മാർക്കറ്റ് മാറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളുക, ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്കാണെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിന് ചാൻസ് കുറവാണ്. നമ്മൾ വെറുതെ നമ്മുടെ ഫുൾ പൊസിഷൻ എടുത്ത് പൈസ പണി വാങ്ങിച്ച് പിടിക്കേണ്ട ആവശ്യം കാണുന്നില്ല. സോ നമ്മുടെ പുതിയൊരു മെൻറ്റർഷിപ്പ്, അതായത് നമുക്ക് എങ്ങനെ മാർക്കറ്റ് പ്രൊഫൈലെ ഓർഡർ ഫ്ലോയും ഉപയോഗിച്ച് നിങ്ങളുടെ സമയത്ത് അനുസരിച്ച് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിലുള്ള പുതിയൊരു ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആൾറെഡി ഒരു ബാച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡറി ബാച്ച് ഇപ്പം തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനും അതിൽ ജോയിൻ ചെയ്യുവാനും എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും, എന്തൊക്കെയാണ് ആ കോഴ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ദയവായി ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ സന്തോഷമാണ് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. പല ആൾക്കാർ മെസ്സേജ് കാരണം സാർ ഇന്ന് എനിക്ക് ഇത്ര പ്രോഫിറ്റ് ലെവൽ നോക്കിക്കണ്ട. അപ്പോൾ ഈ സന്തോഷം തോന്നുന്നു, അവർക്ക് പ്രോഫിറ്റ് കിട്ടുമ്പം ആ ഒരു പോസിറ്റീവ്സ് എനിക്ക് തരാൻ പറ്റുന്നത് എനിക്കൊരു സന്തോഷം എനിക്കുള്ളത്. സോ എനിക്ക് കൂടുതൽ നിങ്ങൾ ഊർജ്ജം തരാൻ വേണ്ടി നിങ്ങളുടെ മാക്സിമം ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം തരിക. എന്നെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.